ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ, അവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ഈ ഒരു കാര്യമാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ, അവർ എത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ഈ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ, എത്രത്തോളമാണ് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളമാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ടോ, അവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, അവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് എത്രത്തോളമാണ് മനസ്സിലാക്കുന്നത്, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളമാണ് അവർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങളെ അവർ അറിയുന്നുണ്ടോ, നിങ്ങളെ എത്രമാത്രം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള, ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് എല്ലാം തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വറീഡ് ആകേണ്ട ഒരു കാര്യവുമില്ല. ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്, ഫിസിക്കലിയും അതുപോലെ തന്നെ സ്പിരിച്വലിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്സ്, അതായത് ഒരു മാരേജിലേക്ക് ഒക്കെ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കാര്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മേ ബി നിങ്ങളോട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായും നിങ്ങൾക്കിടയിലുള്ളത് ഒരു ട്രൂ ലവ് ആണ്. നിങ്ങളുടെ പ്രണയം എത്രത്തോളം യഥാർത്ഥത്തിലുള്ളതാണ്, എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, എത്ര നിഷ്കളങ്കമാണ് എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. കാരണം അത്രയധികം നിങ്ങൾ അവരെ പ്രണയിക്കുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോളം ആത്മാർത്ഥമായിട്ട് മറ്റൊരു വ്യക്തിയും ഇവരുടെ ലൈഫിൽ വന്നിട്ടില്ല. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമായിട്ട് മറ്റൊന്നുമില്ല അവർക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേഷനിലാണ് ഈ ഒരു സമയത്ത് എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ കാണാനുള്ള, അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മേ ബി അതൊരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു കോളിലൂടെയോ ഒക്കെ നിങ്ങളോട് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. അത്തരത്തിലുള്ള ഒരു ലൈഫ് ലെസൺസ് ഒക്കെയാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ഹീലാകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിലുള്ള ആ ഒരു ഹീലിംഗ് എലിമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രണയം തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ
ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ ഒരു ഫീലിങ്സ് മറച്ചു പിടിക്കുന്നതായിട്ട്, ഹിഡൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആ വ്യക്തി അറിയുന്നുണ്ട്, അവർക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ഒത്തിരി മെറാക്കിൾസ് സംഭവിക്കാനുള്ള, അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള ഒരു സാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻഡായി പോയി എന്ന് വിചാരിക്കുന്ന, ഇനി ഒരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ഈ വ്യക്തി വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സ്റ്റെബിലിറ്റി വരണം, അല്ലെങ്കിൽ ഒരു ബാലൻസ് വരണം എന്നൊക്കെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നു. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രയും ആഴമേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരെങ്കിലും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളും ആ ഒരു സെയിം ഫീലിങ്ങിലാണ് ഉള്ളത് എന്ന്, ആ ഒരു അത്തരത്തിലുള്ള ചിന്തകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കും അത്രയും ഒരു ആഗ്രഹമാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഉണ്ടാകണം എന്നുള്ളത്. ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണത്. നിങ്ങൾ എത്രമാത്രം അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന്, അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുവെന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്, അവർക്കും ആ ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. കുറച്ച് ആളുകൾക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഓവറോൾ പറയാനായിട്ട് പറ്റുന്നത്, നിങ്ങൾ ഒത്തിരി നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ കിട്ടാനുള്ള ചാൻസ് ഉള്ളതായിട്ട്, വളരെ മെറാക്കിളുകൾ സംഭവിക്കും എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങളുടെ വ്യക്തി വിളിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളിപ്പോൾ ഒന്നും നടക്കില്ല എന്ന് തീരുമാനിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സംഭവങ്ങളെല്ലാം, സിറ്റുവേഷൻസ് എല്ലാം തകിടം മറിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വരും എന്നാണ് ഇവിടെ ഒരു മിറാക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഉണ്ടാകുന്നുണ്ട് ഇനി വന്നെങ്കിലും നിങ്ങൾ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ്, മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പറയുകയാണ്, എൻ്റെ ജീവിതത്തിന് യാതൊരു വിലയും ഇല്ലാതെയാവുന്നു, നീ ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ല, വിലയുമില്ലാത്ത ഒന്നായി മാറുന്നു എന്നാണ് പറയുന്നത്. പ്ലീസ് ഫോർഗിവ് മീ, ഐ ആം സോറി. യെസ്, നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ക്ഷമ ചോദിക്കുകയാണ്. I feel empty without you. I am changing and learning some hard lessons right now. Yes, ഓൾറെഡി നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു വ്യക്തി തന്നെ നമ്മളോട് ഈ ഒരു റീഡിങ്ങിലൂടെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ലൈഫിൽ ഒത്തിരി ലെസൺസ് അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന്. ആ ഒരു സെയിം ഇത് തന്നെയാണ് നമുക്കൊരു മെസ്സേജസിലൂടെയും അവർ പറയുന്നത്. ഐ ഫീൽ എംപ്റ്റി, എനിക്ക് ഞാൻ ശൂന്യമായതുപോലെ തോന്നുകയാണ്, നീ ഇല്ല എൻ്റെ കൂടെ എന്നറിയുമ്പോൾ. ഐ ആം ചേഞ്ചിങ്, ഞാനിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി ലെസൺസ്, ഹാർഡായിട്ടുള്ള ലെസൺസ് ഒക്കെ ഈ ഒരു സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തി പറയുകയാണ്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. യെസ്, അവരപ്പോൾ നിങ്ങളോട് എന്തോ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ആ ഒരു വാക്കുകളൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യു ആർ മൈ സോൾ. യെസ്, ഓൾറെഡി ഇത് സോൾമേറ്റ് കണക്ഷൻ ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം മെസ്സേജസ് എല്ലാം തന്നെ ഒത്തിരി റിലേറ്റ് ചെയ്തുള്ള മെസ്സേജസ് ആണ് വരുന്നത്. നിങ്ങൾ അവരുടെ സോൾ ആണ് എന്നവർ പറയുകയാണ്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. യെസ്, നിങ്ങളില്ല എങ്കിൽ അവർ വെറും ശൂന്യമാണ്, വെറും വട്ടപൂജ്യമാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഒരു കാര്യമാണ് ഈ ഒരു മെസ്സേജിലൂടെ അവരിവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം.
clues related to this reading. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സെൽഫ് എംപ്ലോയി. നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കാം, സ്വന്തമായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തിയായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. റെയിൻബോ സയൻസ്, യെസ്, നിങ്ങളിപ്പോൾ റെയിൻബോ സയൻസ് ഒക്കെ ഒത്തിരി കാണുന്നത്, കാരണം നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒരു റീയൂണിയൻ റീകൺസിലേഷൻ ഒക്കെ വരാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ റെയിൻബോ സയൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം. ജാനുവരി മന്ത്, യെസ്, ഈ ഒരു മാസം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതൊരു പോസിബിലിറ്റിയാണ്. ഷോർട്ട് ഹെയർ, നിങ്ങളുടെ പേഴ്സൺ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. 7 days, വീണ്ടും ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. പെയിന്റിങ് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പെയിന്റിങ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം, പെയിന്റിങ് ആർട്ടൊക്കെ ചെയ്യുന്ന വ്യക്തികളും ആയിരിക്കാം. ഗോൾഡൻ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഗോൾഡൻ കളർ ഒത്തിരി ഇഷ്ടമുള്ള കളറായിരിക്കാം. ടുഡേ, യെസ്, ഇന്നത്തെ ദിവസം, ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കോളോ ഒരു മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ റോസ് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റോസ് കളറൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുകയാണ്. 1989, ലെറ്റർ എസ്, ഇവിടെ കിട്ടിയിരിക്കുന്ന ലെറ്റർ എസ്. അതുപോലെ ലെറ്റർ വി കിട്ടിയിട്ടുണ്ട്. 21 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 52 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുമായിട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. 33 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 53 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ, നിങ്ങൾ തുടരുന്ന ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടായിരിക്കാം. 1992 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പാലക്കാട് ജില്ലയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 2003 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. യെസ്, പോസിബിൾ, നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് മനസ്സിൽ വിചാരിച്ചത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നിവിടെ നമുക്ക് ക്ലൂവിലൂടെ കിട്ടിയിരിക്കുകയാണ്. ടുമോറോ, യെസ്, നാളെ എന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഒത്തിരി പോസിബിലിറ്റീസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ലെറ്റർ ഒ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട്. 1976 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2004 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1983 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി തീർച്ചയായിട്ടും അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് റീഡിങ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. ഞാൻ വരും ദിവസങ്ങളിലൊക്കെ ആ ഒരു റീഡിങ് ഇടാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.